ഈ അശുദ്ധാത്മാവിനെ കയറ്റിയ കുരിശ് കൊണ്ട് വീട്ടിലേക്ക് വന്നാൽ ആ കുരിശ് വീടിൻ്റെ പുറത്ത് വെക്കണമോ അകത്ത് കയറ്റാമോ? അകത്ത് കയറ്റിയാൽ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ കുരിശ് വെക്കാമോ? അപ്പോൾ അശുദ്ധാത്മാവ് പ്രധാന സ്ഥാനത്ത് എഴുന്നള്ളിയിരിക്കും എന്ന് വിചാരിക്കാമോ? ഹായ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിരവധിയായ പ്രശ്നങ്ങൾ കാലങ്ങളായി പ്രാർത്ഥിച്ചിട്ടും പരിഹരിക്കപ്പെടാത്തതായി അവശേഷിക്കുന്നുണ്ടോ? വിവാഹസംബന്ധമായ പ്രശ്നമോ, വീടുമായി ബന്ധപ്പെട്ട പ്രശ്നമോ, ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നമോ, എന്തു തന്നെ ആയാലും ഒരുപക്ഷെ അതിന്മേൽ എന്തെങ്കിലും ദുഷ്ടസാധനം ഉണ്ടായിരിക്കാം. ആ ദുഷ്ടസാധനം ബന്ധിച്ച് നിർവീര്യമാക്കാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നൊരു നിഗമനത്തിൽ നാം എത്തുന്നു. ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന പവർ കൂടിയ വ്യക്തികളെ അന്വേഷിക്കുന്നു, അവർ എത്തി പ്രശ്നം പരിഹരിക്കുന്നു. എന്നാൽ പലപ്പോഴും പ്രശ്നപരിഹാരം താൽക്കാലികമാകുന്നതുകൊണ്ട് ഒരു പ്രശ്നം പരിഹരിച്ചാൽ മറ്റൊരു വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്നത് ആരറിയുന്നു? യഥാർത്ഥത്തിലുള്ള ദുഷ്ടശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ചിട്ടല്ല, ചില അരൂപശക്തികൾ തമ്മിലുള്ള ഒത്തുകളിയോ ഒരു ചെറിയ ഗുണ്ടയെ വലിയ ഗുണ്ട ഓടിച്ചു വിട്ടു എന്നതുപോലെയൊക്കെ പലരിലൂടെയും പല ദുഷ്ടശക്തികളും പ്രവർത്തിക്കുന്നുണ്ട്. പലവിധ അന്ധകാര ശക്തികളിലെ പിടിയിൽപ്പെട്ടവർ ഡെലിവറൻസ് പ്രെയർ, ബാധയൊഴിപ്പിക്കൽ, ബന്ധിച്ച് ബഹിഷ്കരിക്കൽ എന്നതിൻ്റെ പേരിലാണ് ഒത്തിരി വരുമാനം ഉണ്ടാക്കുന്നതും പ്രശസ്തരാകുന്നതും. നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത്. ഈ കാര്യത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു തിരിച്ചറിവ് പകർന്നു തരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലർ എവിടെ നോക്കിയാലും നോക്കുന്നിടത്തെല്ലാം പിശാചുക്കളെ കാണുകയും സാധാരണ പോലെയല്ലാതെ പവർ കൂടിയ ശക്തികളാണെന്ന് പറഞ്ഞ് അതൊക്കെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ കൂടുതൽ കാശ് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ചിലർക്ക് ഓരോ ലഹരിയാണിത്. ഒരു കാശും കൊടുത്തില്ലെങ്കിൽ ദുഷ്ടനെ ബന്ധിച്ച് ബഹിഷ്കരിച്ചു, അവരെ മോചിപ്പിച്ചു, ഇവരെ മോചിപ്പിച്ചു എന്നതിലൊക്കെ വലിയ ആത്മനിർവൃത്തി അടയുന്ന ചിലരുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇരയാകുന്നവർ സ്ഥിരമായ ബന്ധനത്തിലാവുകയാണ് എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ജ്യോത്സ്യരെയോ കണിയാമാരെയോ മന്ത്രവാദികളെ സമീപിച്ച് ജിന്ന് പറയുന്നവരെയൊക്കെ സമീപിച്ച് പ്രശ്നം പരിഹരിക്കുന്ന അതേ തരത്തിൽ കടുത്ത ഒന്നാം പ്രമാണ ലംഘനത്തിലാവുന്നുണ്ട് പല കത്തോലിക്കരും. ഇത്തരക്കാരെ വിളിച്ചത് കൊണ്ടല്ല, പ്രാർത്ഥനക്കാരെ, ധ്യാന ടീമുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ശക്തരായ പ്രാർത്ഥനക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇത്തരം ഒന്നാം പ്രമാണ ലംഘനത്തിൽ കടുത്ത പൈശാചിക ബന്ധനത്തിലാവുന്നത് എന്ന് തിരിച്ചറിയണം. നിത്യമായി ആത്മാവിനെ നശിപ്പിച്ചിട്ട് എന്തിന് നമുക്ക് തൽക്കാലം ഒരു പ്രശ്നം പരിഹരിക്കണം? അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിരവധിയായ കുടുക്കുകളെക്കുറിച്ച് കാലങ്ങളായി ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. ഞാനും പലയിടത്തും പോയി പ്രശ്നം പരിഹരിക്കാൻ ബന്ധിച്ച് ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട കാര്യത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഞാൻ ഇതേ തുടർന്നൊക്കെ ഒത്തിരിയേറെ പഠനം ആരംഭിച്ചു. നിരവധി അച്ഛന്മാരുടെയും നിരവധി അൽമാരുടെയും ഒക്കെ ഡെലിവറൻസിൻ്റെ പ്രത്യേകതകൾ, അവർ ഏത് ശക്തി ആശ്രയിച്ച് ചെയ്യുന്നു, അത് അറിഞ്ഞുകൊണ്ട് ചില ദുഷ്ടശക്തികൾ ആശ്രയിച്ച് ചെയ്യുന്നതും അവരറിയാതെ ശരിക്കും യേശുവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മ ശക്തിയാലാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ, സഭയോട് ചേർന്നാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും എന്നാൽ അവരിലൂടെ ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുകയും ചെയ്ത് ബന്ധനങ്ങളൊക്കെ നീക്കി കൊടുക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ പല വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരാളുടെ ഒരു വിഷയം മാത്രം പറയാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോകളും നിങ്ങൾക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, എനിക്ക് അത്യാവശ്യമായ ഘട്ടത്തിൽ ഒരു പറമ്പ് വിൽക്കേണ്ടി വന്നിട്ട് പകുതി വിലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് പോലും വിൽപ്പന നടക്കാത്ത സാഹചര്യത്തിൽ, അനേകരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത സാഹചര്യത്തിലാണ് ഞാൻ മറ്റൊരു സുഹൃത്തിനെ പ്രാർത്ഥിക്കാൻ വിളിച്ചത്. കേരളത്തിലുടനീളം പല ജില്ലകളിലും പലയിടത്തും ക്ലാസ് എടുക്കാൻ പോവുകയും പല തിന്മയുടെ സാധനങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് എൻ്റെ അടുത്തൊരു സുഹൃത്ത് വഴി അറിഞ്ഞതായതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അദ്ദേഹം ആ പറമ്പുമായി ബന്ധപ്പെട്ട ചില ദുഷ്ടസാധനങ്ങൾ വെളിപ്പെടുത്തിയത്. എനിക്ക് വിശ്വസിക്കാനാവാത്ത ചില തിന്മയുടെ സാധനങ്ങളെക്കുറിച്ചാണ്. അതെന്തുമാകട്ടെ, ആ തിന്മയുടെ സാധനം അങ്ങനെയാണെന്ന് അയാൾ പറഞ്ഞത് വിശ്വസിച്ചാൽ തന്നെ അതൊരിക്കലും അയാൾ പറഞ്ഞതുപോലെ പരിഹരിക്കാൻ പറ്റുന്നതല്ലെന്ന് എനിക്ക് ഉറപ്പ്. എന്താണ് അയാൾ പറഞ്ഞത്? അതുപോലെ നമ്മൾ ഈ ചൂണ്ടയൊക്കെ ഇട്ട് മീനെ പിടിക്കുന്നത് പോലെ കുരിശുകൊണ്ട് തോണ്ടി പിശാചിനെ എടുക്കുന്ന ഒരു വിദ്യയാണ് അദ്ദേഹം പറഞ്ഞത്. പറമ്പിലേക്ക് കുരിശു കൊണ്ട് പോയിട്ട് മണ്ണിൽ ആ കുരിശ് മുട്ടിക്കുക. എന്നിട്ട് ഇന്നയാളെ, അയാൾ പറഞ്ഞൊരു ദുഷ്ടാരൂപി, പേരടക്കം പറഞ്ഞ ഒരു ദുർമൂർത്തിയുണ്ട്, ആ ദുർമൂർത്തിയെ പേര് ചൊല്ലി വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറാൻ പറയുക, ഈ കുരിശിലേക്ക് കയറാൻ പറയുക. അപ്പോൾ നിങ്ങൾക്ക് കയറിയതായിട്ട് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണോ പറയുന്നത്, ഇങ്ങോട്ട് കയറാൻ പറഞ്ഞ് ആ പേര് വിളിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും കയറിയിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, കയറിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രണ്ടാമത് പറഞ്ഞെങ്കിൽ ഫീൽ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, കയറുന്ന ഉറപ്പാണ്. ആ ദുർമൂർത്തിയെ പേര് ചൊല്ലി വിളിച്ചാൽ കുരിശിലേക്ക് കയറുന്നത് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചിലർക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ തരിപ്പ്, കുളിര്, രോമാഞ്ചം ഉണ്ടാകുന്നതുപോലെ ഫീൽ ചെയ്യുമെന്ന്. അതായത് വിളിച്ച ആ ദുർമൂർത്തി കുരിശിലേക്കല്ല, വിളിച്ചവനിലേക്ക് കയറുന്നതിൻ്റെ ഫീലിംഗ്. അത്ര പൈശാചികതയല്ലേ ഇവിടെ പറഞ്ഞത്? ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ ആ കുരിശിൽ ആ അശുദ്ധാത്മാവ് കയറിയല്ലോ, ഇനി നിങ്ങൾ ആ കുരിശ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചേക്കുക. പിറ്റേ ദിവസം പള്ളിയിൽ പോകുമ്പോൾ ഈ കുരിശ് കൊണ്ടുപോയിട്ട് മധുബഹയിൽ ഈ കുരിശ് വെക്കുക. എന്നിട്ട് വിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത് ഈ കുരിശെടുത്ത് കൈ പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക്, ദിവ്യീകരണത്തിലേക്ക് പോയിക്കൊള്ളാൻ ഈ ആളോട് വിളിച്ചു പറയണം. ഞാൻ ഏതായാലും ഈ വിദ്യയൊന്നും ചെയ്യാൻ പോയില്ല. ഞാൻ ഇദ്ദേഹത്തോട് തർക്കിച്ചു ആ വിഷയത്തിൽ. ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ കാര്യത്തിൽ എനിക്ക് എങ്ങനെയും എൻ്റെ ബോധ്യം അനുസരിച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ സാധാരണ ഒരു വീട്ടിൽ പോയി ഇങ്ങനെ കാര്യം പറഞ്ഞാൽ ഈ കാര്യത്തിലൊന്നും വലിയ തിരിച്ചറിവില്ലാത്ത സാധാരണക്കാരൻ
പറമ്പിൽ പോയി ഈ അശുദ്ധാത്മാവിനെ കയറ്റിയ കുരിശ് കൊണ്ട് വീട്ടിലേക്ക് വന്നാൽ ആ കുരിശ് വീടിൻ്റെ പുറത്ത് വെക്കണമോ അകത്ത് കയറ്റാമോ? അകത്ത് കയറ്റിയാൽ യേശുക്രിസ്തുവിൻ്റെ രൂപവും മാതാവിൻ്റെ ചിത്രവും ഒക്കെ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ കുരിശ് വെക്കാമോ? വെച്ചാൽ ഈ കുരിശിൽ അശുദ്ധാത്മാവ് ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അശുദ്ധാത്മാവ് പ്രധാന സ്ഥാനത്ത് എഴുന്നള്ളിയിരിക്കും എന്ന് വിചാരിക്കാമോ? ആ സമയത്ത് ആ കുരിശിലേക്ക് നോക്കാനും ഒക്കെ അവർക്ക് ഭയമുണ്ടാവില്ലേ? ആ കുരിശിൽ കയറി അശുദ്ധാത്മാവ് ആ വീട്ടിൽ വന്നെങ്കിൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? ഇതൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് സ്ഥിരമായി വെക്കുകയല്ല, പിറ്റേന്ന് വെള്ളി കൊണ്ട കൊടുക്കാനല്ലേ പറഞ്ഞത്. ആയിക്കോട്ടെ, അശുദ്ധാത്മാവ് കയറിയത് എന്ന് വന്നാൽ മണിക്കൂറുകളോ ദിവസങ്ങളോ വേണമെന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ? മന്ത്രവാദം ചെയ്തതോ കൂടോത്രം ചെയ്തതുമായ തകിടോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടിയാൽ വളരെയേറെ ജാഗ്രതയോടെയാണ് എല്ലാവരും കൈകാര്യം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സ്വാധീനം ഇതിനുണ്ടാവുമെന്ന് വിചാരിച്ച് അവർ ഭയപ്പെടില്ലേ? പ്രധാനപ്പെട്ട കോൺസെക്രേഷൻ സമയത്ത് ഭക്തിസാന്ദ്രമായ നിമിഷത്തിൽ മദ്യപഹയിൽ വെച്ചത് എടുത്ത് കുരിശിൽ നിന്നും തിരുവോസ്തിയിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ഭക്തിപൂർവ്വം നിൽക്കുകയല്ല, പള്ളിയിൽ മുൻഭാഗത്ത് നിന്നുകൊണ്ട് ഇയാൾ വേറെ കൈക്രിയയാണ് ചെയ്തതെന്ന് വന്നാൽ അവർ പരിഹസിക്കപ്പെടില്ലേ? അതിനൊരു മനസ്സ് അവർക്കുണ്ടാവുമോ? ഒന്നാമത്തെ കാര്യം, പറമ്പിൽ നിന്നും അശുദ്ധാത്മാവിനെ വിളിച്ച് കുരിശിലേക്ക് കയറ്റുക. ഒരിക്കലും ഒരു അശുദ്ധാത്മാവിനെ, ഒരു പിശാചിനെ ഒരാൾ വിളിക്കാൻ പാടില്ല. ദുഷ്ടശക്തികളെ വിട്ടുപോവുക, സാത്താനെ ദൂരെ പോവുക എന്നൊക്കെ പറയുന്ന വാക്കുകളല്ലാതെ ഏതെങ്കിലും അശുദ്ധാത്മാവിനെ പേരെടുത്ത് വിളിച്ചു വരുത്തുകയാണ്. കുരിശിലേക്ക് കയറാനായാലും എവിടെ കയറാനായാലും വിളിച്ച് കയറ്റുക എന്നത് ഒരു സ്പിരിറ്റിസം പോലുള്ള വളരെ തെറ്റായ ഒരു അശുദ്ധാത്മാക്കളുടെ ബന്ധനത്തിലാകുന്ന ഒരു പ്രവൃത്തിയല്ലേ? രണ്ടാമത്, വ്യഞ്ചരിക്കപ്പെട്ട കുരിശിൽ ഒരു ദൈവശക്തി നിറഞ്ഞ നിൽപ്പുണ്ടെങ്കിൽ അങ്ങനെ ദൈവശക്തിയുള്ള കുരിശിലേക്ക് ഒരു അശുദ്ധാത്മാവിനെ കയറാൻ കഴിയുമോ? ആ പരിസരത്തെടുക്കാൻ പറ്റുമോ? അപ്പോൾ മറ്റൊരു ചോദ്യമാണ്, ഇനി അഥവാ വിളിച്ചു വരുത്തിയാൽ കയറുന്നുണ്ട്, അത് വിശുദ്ധ കുർബാനയിലേക്ക് മാറുന്നുണ്ട് എന്ന് പറഞ്ഞാലും വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ത്രിത്യേക ദൈവസാന്നിധ്യമാണ് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച്. അങ്ങനെ പുരോഹിതൻ കൂദാശ എന്നൊരവസ്ഥയിൽ മറ്റാർക്കെങ്കിലും മറ്റെന്തെങ്കിലും കയറ്റാൻ കഴിയുമോ? അതെന്ത് അബദ്ധമാണ്. ഇനി കഴിയുമെന്ന് തന്നെ ഇരിക്കട്ടെ, ഇയാൾ പറഞ്ഞിട്ട് ഏതെങ്കിലും സ്ത്രീ കുരിശും കൊണ്ട് തോണ്ടി പിശാചിനെ കൊണ്ട് അവിടെ ചെന്നാൽ ഇങ്ങനെ 10-15 പേര് കുരിശും കൊണ്ട് പിശാചിനെ തോണ്ടി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ ഓസ്തിയിലേക്ക് പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവർ പിശാചിനെ ആവസിപ്പിക്കുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഈ കുരിശ് വഴി പിശാച് വരുന്നു, ഇങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ ആ വിശുദ്ധ കുർബാനയിൽ പൈശാചിക സ്വാധീനം ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് വിശ്വാസികൾ ഭക്ഷിക്കേണ്ടതും ആ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചാണ് വിശ്വാസികൾ ആരാധിക്കേണ്ടത്. വ്യഞ്ചരിക്കപ്പെട്ട കുരിശിൽ ദിവ്യശക്തി ഉണ്ടെങ്കിൽ ഒരു അശുദ്ധാത്മാവിനും ആ പരിസരത്ത് അടുക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് കുരിശുയർത്തി ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നത്. വെറും കുരിശല്ല, ക്രൂശിത രൂപം ഉയർത്തിയൊക്കെ ബന്ധിച്ച് ബഹിഷ്കരിക്കാറുള്ളത്. ആ നിലയിൽ കുരിശിലേക്ക് കയറില്ല എന്ന് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ആ കുരിശിലേക്ക് പോലും അശുദ്ധാത്മാക്കൾക്ക് കയറാനോ സമീപിക്കാനോ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ അതിനേക്കാൾ എത്രയോ ഇരട്ടി ദൈവസാന്നിധ്യത്തിൻ്റെ പൂർണ്ണത മുഴുവനുമുള്ള വിശുദ്ധ കുർബാനയെ, തിരുവോസ്തിയെ സമീപിക്കാൻ ഒരു പിശാചിന് കഴിയുമോ? അതിലേക്ക് കയറാൻ ഒരു പിശാചിന് കഴിയുമോ? എന്തൊരു വലിയ അബദ്ധമാണ് ഈ കത്തോലിക്ക വിശ്വാസി ഡെലിവറൻസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതും ചെയ്യുന്നതും. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ ചെയ്യുന്നത് പോലെ മറ്റോ പലയിടത്തും ചെയ്യാറുണ്ടോ? ആദ്യമായിട്ടാണോ ഈ വിദ്യ പരീക്ഷിക്കുന്നത്, അതോ ഇങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ? നിരവധി വീടുകളിൽ നിന്നും നിരവധി പറമ്പുകളിൽ നിന്നും പിശാച് ബാധയുള്ള വ്യക്തികളിൽ നിന്ന് പോലും കുരിശുകൊണ്ട് തോണ്ടി പിശാചിനെ എടുത്ത് വിശുദ്ധ കുർബാനയിൽ കയറ്റി ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇത് വിജയിച്ചിട്ടുള്ളതും സ്ഥിരമായി ചെയ്യുന്നതുമാണെന്ന് പറഞ്ഞു. അയാൾ പറയുന്നതിന് വിധേയപ്പെട്ടാൽ, അതായത് അയാൾ പറയുന്നത് പോലെ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അയാളിലെ ദുഷ്ടശക്തി വിഷയത്തിൽ ഇടപെട്ട് താൽക്കാലിക ആശ്വാസം നൽകുകയും തുടർന്ന് ആ ബന്ധനത്തിലാക്കി നശിപ്പിക്കുകയും ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പ്രിയപ്പെട്ടവർ, എത്രയോ പേരാണ് കബളിപ്പിക്കപ്പെടുകയും പിശാചിനെ വിളിച്ചു വരുത്തുന്നതിന് ബന്ധനത്തിലാകുകയും ചെയ്യുന്നത്. പല മന്ത്രവാദികളും ബാധ ഒഴിപ്പിക്കുന്നതും പച്ചമരുന്നിൻ്റെ പേരിലോ തിരുമ ചികിത്സ എന്ന പേരിലോ സൗഖ്യം നൽകുന്നതുമൊക്കെ അവർ പറയുന്നതിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും വിശുദ്ധ കുർബാനയിലേക്കോ കുരിശിലേക്കോ ഒന്നും ഒരു ദുഷ്ടശക്തിക്കും അടുക്കാൻ പറ്റില്ല. ഇതുപോലെയുള്ള ബഹിഷ്കരണമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും അടിസ്ഥാന ബോധ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കുടുക്കിലും പെടുകയാണ്. ഇങ്ങനെയുള്ളവർ ഒത്തിരി പേരെ വല വീശി പിടിക്കും, അവരുടെ വലയിൽ അകപ്പെട്ടു പോവുകയാണ്. അതുവഴി ഉണ്ടാകുന്ന നാശം വളരെ ഗൗരവമാണ്, ആത്മനാശമാണ്. വീടിൻ്റെ പ്രശ്നമോ ജോലി പ്രശ്നമോ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും ഇതുപോലെയുള്ള പൈശാചിക കുടുക്കിൽ ചെന്ന് പെടരുത്. കത്തോലിക്ക കരിസ്മാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഇടപെടാനോ നിയന്ത്രിക്കാനോ ഇല്ലാതെ നാഥനില്ല കളരി പോലെ ആയതുകൊണ്ട് നിരവധി പേര് ഇതുപോലെ വിലസുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ആധികാരികമായി ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ കഴിയുന്നത് സഭ ഓരോ രൂപതയിലും നിശ്ചയിച്ചിരിക്കുന്ന എക്സോസിസ്റ്റ്, ബാധയൊഴിപ്പിക്കലിന് ഭൂതോച്ചാരണ പ്രവർത്തനം നടത്താനും ബഹിഷ്കരണത്തിനും വേണ്ടി ഓരോ രൂപതയിലും മെത്രാൻ നിയമിച്ച ഓരോ എക്സോസിസ്റ്റ് ഉണ്ട്. അവരെയാണ് ശരിക്കും നമ്മൾ സമീപിക്കേണ്ടത് അങ്ങനത്തെ പ്രശ്നം പരിഹരിക്കാൻ. കേരളത്തിലെ പല ജില്ലകളിൽ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രമുഖരെ ഞാൻ വിലയിരുത്തിയിട്ടുണ്ട്. നല്ല രീതി ബഹിഷ്കരിക്കുന്നവരുമുണ്ട്, എന്നാൽ ഇതുപോലെ ഉഡായിപ്പുകാരുമുണ്ട്. ഇത് കാണുന്നിടത്തെല്ലാം പിശാചെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഈ കാര്യത്തിൽ കൊയ്ത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കുടുക്കിലൊന്നും പെട്ടുപോകരുത്. മറ്റൊരാളുടെ ബഹിഷ്കരണ കുടുക്കിനെക്കുറിച്ച് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ പലരും കുടുക്കിൽപ്പെടാതിരിക്കാൻ നിങ്ങളിത് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.